അപ്പം അച്ഛൻ്റെ ഷെയർ കുറച്ചധികം വീടുകൾ ഏകദേശം 4-5 വീടുകൾ പുള്ളി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഷെയർ ചെയ്തിട്ടില്ല, എല്ലാം അച്ഛൻ്റെ പേരിൽ കിടക്കുവാണ്. അപ്പോൾ അത് ഷെയർ ചെയ്താൽ മാത്രമല്ലേ എനിക്ക് വീട് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്വന്തമായിട്ടൊരു വീട് എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. തിലകൻ സാറിന്റെ മക്കളിൽ ഏറ്റവും നല്ല ശബ്ദം സോബി സാറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുമോ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അച്ഛൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ഒരു പ്രഭാവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഞാനാണെന്ന് പറയാം. വേറൊരു തരത്തിൽ പറഞ്ഞാൽ വിറ്റ് കാശാക്കിയത് ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. മര്യാദരാമനായിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്, നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അവിടെ നമുക്ക് ഓപ്പോസിറ്റ് വരുന്നവർ ഈ നിയമം ലംഘിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ദേഷ്യം സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു നഷ്ടബോധം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാത്രമേ ഞാൻ ചൂടാവാറില്ല, അല്ലാതെ ഞാൻ അങ്ങനെ ചൂടാവാറില്ല. എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് പോകാൻ നേരത്തിൽ അയ്യോ നീ ആരുടെ മുമ്പിലേക്കാണ് പോകുന്നത്, പുലിയാണ്, മറ്റതാണ് മറിച്ചതാണ്. ഹരിഹരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കെ പോലും വരച്ചവരെ നിർത്തിയിട്ടുള്ള ആളാണ്, മറ്റാണ് വരച്ചത്. എന്നെ പേടിപ്പിച്ച് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയല്ല, കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ഞാനിങ്ങ് പോരും, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മളെ ആരും കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. ട്രാഫിക് എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഡബ് ചെയ്യാൻ ചെല്ലുമ്പോഴേക്കും രാജേഷ് പിള്ള എന്നോട് പറഞ്ഞത് ആ സൂപ്പർ സ്റ്റാറിൻ്റേതായിട്ടുള്ള മാനറിസങ്ങളും ആ ശൈലിയൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ മലയാള സിനിമയിലുള്ള ഏതെങ്കിലും സൂപ്പർ സ്റ്റാറിനെ ഉദ്ദേശിച്ചാണോ ഈ ക്യാരക്ടർ ബിൽഡ് ചെയ്തതെന്ന് ചോദിച്ചു. ഇല്ലടാ അങ്ങനെയൊന്നുമില്ല, എന്നാലും ഉണ്ട്. ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ അല്ലേ, ഞാനും അത് ഫോളോ ചെയ്തിട്ട് എന്ന് ചോദിച്ചു. അത് കുഴപ്പമില്ല. അപ്പം അന്ന് വന്ന പല ഇൻ്റർവ്യൂസിലും റഹ്മാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് റഹ്മാൻ തിരിച്ചെത്തുന്നു സ്വന്തം ശബ്ദത്തിൽ. ഈ ശബ്ദം കൊണ്ട് ഭീകരനും ഈ മനസ്സുകൊണ്ട് ഭയങ്കര ലോലനാണെന്ന് തോന്നിയപ്പോ സത്യം പറഞ്ഞാൽ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എല്ലാവരും കമന്റ്സിലൂടെ പരിചയപ്പെട്ട ആളുകളൊക്കെ പറയുന്ന കാര്യം. ശബ്ദം കണ്ടാൽ നമുക്കൊരു കുറച്ച് പേടി തോന്നും, പക്ഷെ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് ഇത്രയും പാവം പിടിച്ച മനുഷ്യനാണെന്ന് നമ്മൾ ചിന്തിക്കുക. അതെന്താ വെച്ചാൽ നമ്മുടെ ഒരു രൂപം എന്ന് പറയുന്നത് കുറച്ച് റഫാണ്. അതെ, കുറച്ച് റഫായിട്ടുള്ള ഒരാള് ശബ്ദവും അതിൻ്റെ കൂടെ റഫാണ്. പല ആളുകളും നമ്മളെ വിളിക്കുന്നത്, ചിലർ വിളിക്കും കറുമുറു എന്ന് വിളിക്കാറ്, ചിലർ ഈ പാറപ്പുറത്ത് ചിരട്ടിയിട്ട് ഒരിക്കുന്ന ശബ്ദം എന്ന് പറയാറ്. അപ്പോൾ അങ്ങനത്തെ അഭിസംബോധനയൊക്കെയാണ് നമുക്ക് പലപ്പോഴും വരാറുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ശബ്ദവും ഈ പറയുന്ന മുഖത്തെ റഫ്നെസ്സും കൂടി ആകുമ്പോഴേക്കും കണ്ടു കഴിഞ്ഞാൽ അയ്യോ പേടിയാ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും ആരോടും അങ്ങനെ വഴക്കിടാൻ പോകാൻ താല്പര്യമുള്ള ഒരാളല്ല. പിന്നെ മറ്റൊരാൾക്കാരോട് മുഖം കറുത്ത് സംസാരിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ. കാരണം എന്തിനാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് എല്ലാവരോടും വളരെ പ്ലീസിങ് ആയിട്ടോ അല്ലെങ്കിൽ പ്ലസൻ്റ് ആയിട്ടോ സംസാരിക്കുന്നതല്ലേ നല്ലത്. ഞാനതാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഞാൻ ചൂടാകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കൂടുതലും ഡ്രൈവിംഗ് സമയത്തായിരിക്കും. കാരണം നമ്മൾ വളരെ എന്താ പറയുക, മര്യാദരാമനായിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അത്യാവശ്യം വല്ല എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എത്തേണ്ട സമയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അല്പം റഫായിട്ട് ഓടിക്കുള്ളൂ. ഇല്ലെങ്കിൽ വളരെ കൂളായിട്ട് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഓടിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അവിടെ നമുക്ക് ഓപ്പോസിറ്റ് വരുന്നവർ ഈ നിയമം ലംഘിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ദേഷ്യം സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു നഷ്ടബോധം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാത്രമേ ഞാൻ ചൂടാവാറില്ല, അല്ലാതെ ഞാൻ അങ്ങനെ ചൂടാവാറില്ല. പക്ഷെ ഇപ്പോൾ വന്നേ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ എല്ലാവരും തിരിച്ചറിയുകയും കാണുന്നവരെ എല്ലാവരും നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യുന്നൊരവസ്ഥ വന്നപ്പോൾ അങ്ങനെ തെറി പറയാനും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ അതും പറ്റത്തില്ല. അപ്പൊ അതിൻ്റെതായിട്ടൊരു വിഷമമുണ്ട് സത്യം പറഞ്ഞു. പക്ഷെ അല്ലാതെ ഞാൻ ആരോടും അങ്ങനെ എനിക്ക് ദേഷ്യപ്പെടുന്നത് ഇഷ്ടമല്ല. എല്ലാവരോടും വളരെ നന്നായിട്ട് സംസാരിക്കാനാണ് ഇഷ്ടം. തിലകൻ സാറിനെ കാണുന്ന ഒരാൾക്കാർ പറയാറുണ്ട്, ഒരു എന്താ പറയാ, ബഹുമാനം കൊണ്ടുള്ള ഒരു ഭയമായിരിക്കും നമുക്ക് ആദ്യം നിമിഷം തോന്നുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. ചിലപ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് മുഷിപ്പുണ്ടാക്കാം. പക്ഷെ അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ മക്കൾക്ക് അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ടാകാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ അതിനെ അങ്ങനെ കാണുന്നില്ല. ഞാൻ കാണുന്നത്, ഞാൻ അന്നും ഇന്നും എന്നും എപ്പോഴും ഞാൻ വിചാരിക്കുന്നത്, ഈ കിട്ടിയിട്ടുള്ള അവസരങ്ങളെല്ലാം അതെനിക്കുള്ളതാണ്. കിട്ടാത്തത് എൻ്റെ അല്ല. അത്രേ ഉള്ളൂ. കിട്ടാത്തത് എനിക്കുള്ളതല്ല. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ടവൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ശരി, എനിക്ക്
വന്നുകൊണ്ട് എന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ അത് അഭിനയത്തിലായാലും ഡബിങ്ങിലായാലും വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യേണ്ടതാണ്. എന്നിലേക്ക് വന്നില്ലെങ്കിൽ അത് ഞാൻ ചെയ്യേണ്ടതല്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ തുറന്നു പറച്ചിലുകളിലൂടെ എനിക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. അത് ഞാൻ ആരെയും കുറ്റം പറയുന്നുമില്ല. അച്ഛൻ അച്ഛൻ്റെ രീതിയിലാണ് ജീവിക്കുക. അച്ഛൻ അച്ഛൻ്റേതായ നിലപാടുകളുണ്ട്, അച്ഛൻ അച്ഛൻ്റേതായ കാര്യങ്ങളുണ്ട്. അത് ആ രീതിയിൽ പറയുന്നത് ഞാനൊരിക്കലും അച്ഛനോട് വിയോജിക്കില്ല. അച്ഛൻ പറയട്ടെ, അച്ഛൻ തുറന്നു പറയട്ടെ, ഒരു കുഴപ്പമില്ല. അതിൻ്റെ പേരിൽ എനിക്ക് അവസരം നഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ പറയുന്നു അത് എനിക്കുള്ളതല്ല, അത് വേറെ ആർക്കും ഉള്ളതാണ്. എനിക്കുള്ളത് വരും, ഇനിയും വരും. തിലകൻ സാറിന്റെ മക്കളിൽ ഏറ്റവും നല്ല ശബ്ദം സോബി സാറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കോ? അയ്യോ, അങ്ങനെ ഞാൻ പറയില്ല ഒരിക്കലും. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അച്ഛൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ഒരു പ്രഭാവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഞാനാണെന്ന് പറയാം. ആ ഒരു ശബ്ദം, ആ ശബ്ദത്തിൻ്റെ സൗന്ദര്യം, അല്ലെങ്കിൽ ആ ശബ്ദത്തിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതും, വേണമെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ വിറ്റ് കാശാക്കിയതും ഞാനാണെന്ന് പറയാം. പൊതുവെ ഇപ്പൊ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പൊ സിനിമയിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സിനിമയിലേക്ക് എത്തിപ്പെടാൻ വളരെ എളുപ്പമാണെന്ന് പറയാറുണ്ട്. ഇപ്പം തിലകൻ സാറിന്റെ മകനായതുകൊണ്ട് സിനിമ പെട്ടെന്ന് എത്തും എന്ന് പറയുന്നിടത്തുനിന്ന് പക്ഷെ അത് അച്ഛന്റെ പേര് പറഞ്ഞ് അവസരങ്ങൾ തേടി പോകാൻ മടിയുള്ള ഒരാളാണോ ശരിക്കും പറഞ്ഞാൽ? അങ്ങനെ ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒന്നാമത്തെ കാര്യം, ഈ എല്ലാവരുടെയും ധാരണ അച്ഛൻ സിനിമാ നടനാണ്, ചേട്ടൻ സിനിമാ നടനാണ്, അതുകൊണ്ട് എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നൊക്കെ ആളുകൾ വിചാരിക്കുന്നത്. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല, സ്വാഭാവികമായിട്ടും അവരോ. പക്ഷേ സത്യം പറഞ്ഞാൽ അത് വലിയൊരു ബാധ്യതയാണ്. കാരണം നമുക്ക് ഒരു സാധാരണ ഒരാളാണെങ്കിൽ എനിക്ക് ആരുടെടുത്തും പോയിട്ട് സാർ എനിക്കൊരു അവസരം തരണം സാർ എന്ന് പറയാം. പക്ഷേ എൻ്റെ പേരിൻ്റെ കൂടെ തിലകൻ എന്നുള്ള പേരുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ പോയി ചോദിക്കാൻ പറ്റില്ല. പിന്നെ ചോദിക്കാൻ പറ്റും നമ്മുടെ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ അച്ഛൻ പരിചയപ്പെടുത്തിയിട്ടുള്ള സംവിധായകരോട്, അല്ലെങ്കിൽ ഞാൻ സ്ഥിരം കാണുന്ന അല്ലെങ്കിൽ നമ്മളുമായിട്ട് സംസാരിക്കുന്ന സംവിധായകരോടൊക്കെ ഡയറക്റ്റ് ചോദിക്കാൻ പറ്റില്ലെങ്കിലും ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കാമെന്നല്ലാതെ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് എനിക്കൊരു ചാൻസ് തരണമെന്ന് എനിക്ക് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് മറ്റുള്ളവർക്ക് പറ്റുമായിരിക്കും, എനിക്ക് പറ്റില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചോദിക്കുന്ന ഒരാളല്ല. എൻ്റെ അടുത്ത് പല ആളുകളും പല സംവിധായകരും പറഞ്ഞിട്ടുണ്ട്, എടാ നീ ഒന്ന് ഇടയ്ക്ക് വിളിക്കണം. വളരെ പ്രമുഖനായ ഒരു സംവിധായകൻ, ഞാൻ പേര് പറയുന്നില്ല, എൻ്റെ അടുത്ത് പറഞ്ഞു. സംവിധായകനും പറഞ്ഞു, അതുപോലെ ഒരു എഴുത്തുകാരനും പറഞ്ഞു. ഞാൻ ആ എഴുത്തുകാരനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബമായിട്ട് വളരെ ആത്മബന്ധമുള്ളൊരു എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ സ്വകാര്യ സംഭാഷണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ അഭിനയിക്കാൻ ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഡയറക്റ്റ് ചോദിക്കുകയല്ല, ഇഷ്ടമാണെന്ന രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ, എടാ അത് നീ ഡയറക്റ്റ് ചോദിക്കുന്നതിന് എന്തോ കുഴപ്പം? ഞാൻ പറഞ്ഞല്ല, അത് അച്ഛനൊരു മോശമല്ലേ, അതൊന്നുമില്ലടാ. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ്, നമ്മളൊരു സോപ്പ് ഉണ്ടാക്കി, ആ സോപ്പ് ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ വെച്ചാൽ ഇതാരും ഒന്നും വാങ്ങിക്കില്ലല്ലോ. ഈ സോപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു സോപ്പുണ്ട്, ഇത് തേച്ച് കുളിച്ചാൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആൾക്കാർ ഇത് കണ്ടിട്ട് അത് ശരി അങ്ങനെയാണല്ലേ, എന്നാൽ പിന്നെ ആ സോപ്പ് ഒന്ന് വാങ്ങിച്ച് കുളിച്ച് നോക്കാം എന്നും പറഞ്ഞ് ആ സോപ്പ് വാങ്ങിക്കും. അല്ലാതെ നീ ഈ സോപ്പ് വാങ്ങിച്ച് വീട്ടിൽ വെച്ചാൽ ആരിലും വന്ന് വാങ്ങിച്ചോളും, ഇങ്ങനൊരു സോപ്പ് ഉണ്ടല്ലോ, ആരിലും വന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നീ പറയണം എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞോളൂ. അതുപോലെ തന്നെ ഈ സംവിധായകൻ ഒരിക്കലും ഞാനിങ്ങനെ പുള്ളിയോട് എൻ്റെ ഇംഗിതം അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, രാധി ഞാനൊരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് അതിൻ്റെ ചാർട്ടിങ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നിന്നെക്കുറിച്ച് ഓർക്കണ്ടേ, നിന്നെക്കുറിച്ച് ഓർക്കണമെങ്കിൽ ആ സമയത്ത് നിൻ്റെ ഒരു കോള് വന്നാൽ ചിലപ്പോൾ ഞാൻ ഓർക്കും, അപ്പോൾ നീ എന്നെ ഇടയ്ക്ക് വിളിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ഒന്നും കുഴപ്പമില്ല, നീ വിളിച്ചോ, നീ എപ്പോൾ വേണേലും വിളിച്ചോ. അപ്പം ഞാനത് ഇതിനകത്ത് ഇരിക്കുവാണ്, ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷൻ ഇരിക്കുവാണെങ്കിൽ നിൻ്റെ ഒരു വിളി വരുമ്പോൾ ശോഭിക്ക് ആ ക്യാരക്ടർ കൊടുക്കാം എന്നെനിക്ക് തോന്നി. അപ്പോഴേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടുപോകും. നമ്മൾ ഈ ഓരോരോ കാര്യങ്ങളല്ലേ, അപ്പോൾ അങ്ങനെ പോകുന്നതല്ലേ എന്ന് തോന്നുന്നു. നീ വിളിക്കണം കേട്ടോ എന്ന് ഇത്തിരി എന്താ പറയുക, ഒരു ഓർഡറായിട്ട് തന്നെ പറഞ്ഞു വിളിക്കണം. ഞാൻ വിളിച്ചില്ല, ഇന്നുവരെ പുള്ളി വിളിച്ചിട്ടുണ്ട്. പുള്ളി വേറെ ആവശ്യങ്ങൾക്ക് വേണ്ട, വേറെ നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ സംഘടനാപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗസ്റ്റായിട്ട്, ചീഫ് ഗസ്റ്റായിട്ടൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്.
പക്ഷേ അല്ലാതെ എൻ്റെ വ്യക്തിപരമായ പേഴ്സണലായിട്ട് എനിക്ക് ചാൻസ് ചോദിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഓർത്തേക്കണേ എന്ന് പറയാൻ വേണ്ടിയിട്ട് പോലും ഞാൻ വിളിക്കാറില്ല. ഞാൻ വിളിക്കില്ല, എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോഴും വിളിക്കില്ല, ഒരു മാറ്റമില്ല. അതെന്താന്ന് ചോദിച്ചാൽ എന്തോ ഒരു വൈക്ലഭ്യം, അത്രേ ഉള്ളൂ. ഇത് ഓഡിയൻസ് എന്നൊരു ചോദ്യമാണ്. ഇപ്പം നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പം ഇത്ര വർഷത്തെ ഒരു എനിക്ക് 24 വർഷത്തെ ഒരു ജേർണി ഉണ്ട്. ഒരു വീട് എന്ന സ്വപ്നം എന്താ വഹിക്കുന്നത് എന്നൊരു ചോദ്യം ആൾക്കാർക്കിടയിൽ ചോദിക്കും. അല്ല, വീടെന്ന് പറയുന്ന സ്വപ്നം ഞാൻ പറയില്ല. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡബ്ബിങ്ങിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയതും ഞാൻ നിന്നിട്ടുള്ളതും ഡബ്ബിങ്ങിലാണ്. അപ്പോൾ ഡബ്ബിങ്ങിലൂടെ നമുക്ക് എൻ്റെ മനസ്സിലുള്ള രീതിയിലുള്ളൊരു വീട്ടിലേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി വരുമാനം കൂടുതൽ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് വേണമെങ്കിൽ വീട് വെക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് വന്നപ്പോൾ മോളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പൈസ അങ്ങോട്ട് പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എനിക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിച്ചു വേണ്ട, നമുക്ക് തൽക്കാലം വാടകയ്ക്ക് താമസിക്കാം, കുഴപ്പമില്ല, വീട് പതിയെ വരും. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം അച്ഛൻ്റെ ഷെയർ അച്ഛൻ കുറച്ചധികം വീടുകൾ, ഏകദേശം 4-5 വീടുകൾ പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചാലക്കുടിയിലും എറണാകുളത്തും കൊല്ലത്തും ട്രിവാൻഡ്രത്തും ബാംഗ്ലൂരും ഒക്കെ ആയിട്ടാണ്. പക്ഷെ ഇതൊന്നും ഷെയർ ചെയ്തിട്ടില്ല, എല്ലാം അച്ഛൻ്റെ പേരിൽ കിടക്കുവാണ്. അപ്പോൾ അച്ഛൻ്റെ പേരിലായതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ എൻ്റെ പേരിൽ കിട്ടിയാലേ എനിക്ക് വീട് വെക്കാൻ പറ്റുള്ളൂ. വസ്തുവൊക്കെ ഉണ്ട്, അപ്പോൾ അത് ഷെയർ ചെയ്താൽ മാത്രമല്ലേ എനിക്ക് വീട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആ ഷെയറിങ് പൂർത്തിയാവട്ടെ, അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വന്തമായിട്ടൊരു വീട് എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തത്. ചിലപ്പോൾ ഉടനെ റെഡി ആവുമായിരിക്കും. ഞങ്ങളും കാത്തിരിക്കുന്നു അതിനൊക്കെ. ഇപ്പൊ ഇത്ര വർഷത്തെ ഒരു ജേർണി ഉണ്ട്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ കരിയർ വൈസ് ആയാലും നമ്മുടെ മുന്നോട്ടുള്ള ലൈഫ് പുതിയ പുതിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നാണ്. ഇനി അങ്ങോട്ടുള്ള ഒരു വർഷങ്ങളിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇനി സംഭവിക്കാനുണ്ടോ? എന്തൊക്കെയാണ് പെൻഡിങ് ആയിട്ടുള്ളത്? പുതിയ പുതിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ തന്നെയാണ് പുതിയ പുതിയ കാര്യങ്ങളുടെ എൻ്റെ മനസ്സിലുള്ളത്. ഇപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രം എന്താ പറയുക, മെയിൻ ക്യാരക്ടർ എന്ന് തന്നെ പറയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് മീശ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ വളരെ സർപ്രൈസ് ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. പിന്നെ ഇനി ഇറങ്ങാനുള്ള ഒരു സിനിമകൾ എന്ന് പറയുന്നത്, ഒന്ന് മോഹൻലാലിൻ്റെ തുടരും എന്ന് പറയുന്ന സിനിമ, അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ JSK എന്ന് പറയുന്ന സിനിമയുണ്ട്, അതുപോലെ ശ്രീനാഥ് ബാസി നായകനായിട്ട് അഭിനയിക്കുന്ന ആസാദി എന്ന് പറയുന്ന സിനിമയുണ്ട്. ഈ 3 സിനിമകൾ ഇറങ്ങാനുണ്ട്. പിന്നെ ഷറഫുദ്ദീൻ നായകനായിട്ടുള്ള പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഇറങ്ങി കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി നല്ലൊരു സംഭവങ്ങൾ വരും. പിന്നെ ഇപ്പോൾ 2 പടങ്ങൾ ഇപ്പോൾ ഒരു പടത്തിന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത പടം ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൽ 2ലും മെയിൻ ക്യാരക്ടറാണ്. അത് കഴിഞ്ഞപ്പോൾ വേറൊരെണ്ണം കൂടി വന്നിട്ടുണ്ട്. അത് ഞാൻ എടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല, കാരണം ഈ ഡേറ്റിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നതുകൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അവർക്ക് 2 കൂട്ടരുടെയും ഡേറ്റിന് പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല നല്ല കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് മലയാള സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റഹ്മാനെ പോലെ ഒരു നടന് വേണ്ടി ഡബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡബിങ് ചെയ്യുമ്പോൾ ആ ശബ്ദം എപ്പോഴും ആൾക്കാർക്കിടയിൽ ഒരു മുഴച്ചു നിൽക്കണം എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ ആ ഒരു അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? അല്ല, ഞാൻ അങ്ങനെ ഒരു ഇന്ന നടന് വേണ്ടി ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ എന്നുള്ളൊരു സംഭവം ഞാനില്ല. ഞാൻ ആ സമയത്ത് പൈലറ്റ് കേൾക്കുമ്പോൾ, ഞാനിപ്പോൾ അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമ, അതായത് ഞാൻ ആദ്യമായിട്ട് റഹ്മാൻ ഡബ് ചെയ്യുന്ന ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമ, അതിന് മുമ്പ് വരെ എനിക്ക് തോന്നുന്നു മുൻപത്തെ, അതായത് ഈ ബ്ലാക്കിന് മുമ്പ് റഹ്മാൻ അഭിനയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പണ്ടാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് അത് തിരിച്ച് വീണ്ടും മലയാളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പിന് മുമ്പുള്ള സമയത്ത് റഹ്മാൻ അഭിനയിച്ചതെല്ലാം ഈ ലവ് ട്രാക്ക്, ചോക്ലേറ്റ് ബോയ് എന്നുള്ള ലെവലിലുള്ള കഥാപാത്രങ്ങൾ, മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ കൂടെ അനിയനായിട്ടും അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ പുള്ളിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുള്ളത് കൃഷ്ണേന്ദ്രൻ ചേട്ടന്, അതുപോലെ തന്നെ ഇടവേള ബാബു, അങ്ങനെയുള്ളവരൊക്കെയാണ് ഡബ് ചെയ്തത്. അപ്പോൾ അവരുടെയൊക്കെ വോയിസ് എന്ന് വെച്ചാൽ വളരെ ക്യൂട്ട് വോയിസാണ്, വളരെ
നേർമയുള്ള വോയിസാണ്. മീൻസ് ഒരു 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 ചോക്ലേറ്റ് വോയിസ് എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ കാമുകന്മാരുടെ വോയിസാണ്. പക്ഷെ നമ്മുടെ കുറച്ചുകൂടി റഫായിട്ടുള്ള ഒരു വില്ലത്തരമുള്ള വോയിസാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ വരവിലാണ് എനിക്ക് റഹ്മാനെ ഡബ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അതിൽ തന്നെ എൻ്റെ വോയിസിൻ്റെ ഒരു ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ഈ ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം വന്നത് ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. അത് തന്നെയല്ല, അതിനകത്ത് കുറച്ചൊരു റഫ് ആൻഡ് ടഫാണ് പുള്ളിക്കാരൻ. അപ്പോൾ അങ്ങനെയാണ് ആ പടത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചത്, റഹ്മാനെ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ഥിരം പുള്ളിക്ക് ഡബ് ചെയ്യുന്ന ആളെ മാറ്റിയിട്ട് എന്നെ വിളിച്ചത് അത്തരം അതുകൊണ്ടാണ് വിളിച്ചത്. അപ്പോൾ ആ കഥാപാത്രം ചെയ്തപ്പോൾ പുള്ളിയുടെ അഭിനയ ശൈലിയിൽ തന്നെ പുള്ളിയുടെ ഒരു അഭിനയത്തിനൊരു രീതിയുണ്ട്. ആ രീതി തന്നെ നമ്മൾ ഫോളോ ചെയ്ത്, എന്നാൽ എൻ്റെ ശബ്ദം മാത്രം അവിടെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അന്ന് വന്ന പല ഇൻ്റർവ്യൂസിലും റഹ്മാനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഇൻ്റർവ്യൂസ് അല്ല, അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ സിനിമയെക്കുറിച്ച് വന്ന കുറേ റൈറ്റപ്സ് ഉണ്ട്. ആ റൈറ്റപ്സിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് റഹ്മാൻ തിരിച്ചെത്തുന്നു സ്വന്തം ശബ്ദത്തിൽ എന്നും പറഞ്ഞിട്ടായിരുന്നു ഏതോ ഒരു മാഗസിനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വന്തം ശബ്ദത്തിൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ റഹ്മാൻ തന്നെ ശബ്ദം കൊടുത്തു എന്നുള്ള ലെവലല്ലേ. പക്ഷേ അത് ഡബ് ചെയ്തേക്കുന്നത് ഞാനാണ്. അപ്പോൾ ഞാൻ ഡബ് ചെയ്തത് റഹ്മാന്റെ ശബ്ദം പോലെ തോന്നി ആളുകൾക്ക്, അല്ലേ, അല്ലെങ്കിൽ അവർക്ക് തോന്നി. അതെൻ്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളതിന് പ്രത്യേക പ്രിപ്പറേഷൻ എടുക്കുന്നില്ല. അവിടെ ഈ പറയുന്ന ഡബിങ് തിയേറ്ററിൽ ചെല്ലുമ്പോൾ സംവിധായകൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നോക്കുന്നു. ഇപ്പോൾ തന്നെ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ, ട്രാഫിക് എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഡബ് ചെയ്യാൻ ചെല്ലുമ്പോഴേക്കും രാജേഷ് പിള്ള എന്നോട് പറഞ്ഞത്, ചേട്ടാ പുള്ളി ഒരു സൂപ്പർ സ്റ്റാറാണ്, അപ്പോൾ ആ സൂപ്പർ സ്റ്റാറിൻ്റേതായിട്ടുള്ള മാനറിസങ്ങളും ആ ശൈലിയൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളിത് ആരെങ്കിലും ഇപ്പോൾ മലയാള സിനിമയിലുള്ള ഏതെങ്കിലും സൂപ്പർ സ്റ്റാറിനെ ഉദ്ദേശിച്ചാണോ ഈ ക്യാരക്ടർ ബിൽഡ് ചെയ്തതെന്ന് ചോദിച്ചു. ഇല്ലടാ, അങ്ങനെയൊന്നുമില്ല, എന്നാലും ഉണ്ട്. ഞാൻ പറഞ്ഞു, ഉണ്ടല്ലോ അല്ലേ, ഞാനും അത് ഫോളോ ചെയ്തിട്ടെന്ന് ചോദിച്ചു. അയ്യോ ചേട്ടാ ഇമിറ്റേറ്റ് ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ല, ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ശൈലി ഞാൻ പിടിക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. അങ്ങനെയാണ് ആ പടം മൊത്തത്തിൽ, ട്രാഫിക് മൊത്തത്തിൽ ചെയ്തേക്കുന്നത്. അതിലൊക്കെ പല സ്ഥലത്തും ഞാൻ ഉദ്ദേശിച്ച പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഉദ്ദേശിച്ച സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ചെറിയ ലാഞ്ചന അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഏത് ക്യാരക്ടർ ഡബ് ചെയ്യാൻ ചെന്നാലും ഈ സംവിധായകൻ എന്താണ്, ആ സംവിധായകൻ എന്ന് പറയുന്നത് ശരിക്കും സിനിമയുടെ ഒരു ഒരു ലീഡർ എന്ന് പറയുന്ന സംവിധായകൻ തന്നെ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലാണ് എല്ലാ കഥാപാത്രവും ഉള്ളത്. അപ്പം അദ്ദേഹം എന്ത് പറയുന്നു, അദ്ദേഹം പറയുന്നത് ആദ്യം കേൾക്കുക. അപ്പം അദ്ദേഹം പറയും ആ കഥാപാത്രം ഇങ്ങനെ ചിരിക്കും, ഇങ്ങനെ വർത്താനം പറയും, ഇങ്ങനെ കരയും, ഇതൊക്കെ പുള്ളി പറഞ്ഞു തരും. അത് നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാം. അല്ല, ഞാൻ അതിന് മുമ്പ് ഒരു പ്രിപ്പയർ ചെയ്തിട്ട്, അങ്ങനെയാണെങ്കിൽ പഴശ്ശിരാജ ഡബ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകണ്ടേ, ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് പോകാൻ നേരത്തില്ല, അയ്യോ നീ ആരുടെ മുമ്പിലേക്കാണ് പോകുന്നത്, പുലിയാണ്, മറ്റതാണ് മറിച്ചതാണ്. ഹരിഹരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കെ പോലും വരച്ചവരെ നിർത്തിയിട്ടുള്ള ആളാണ്, മറ്റാണ് വരച്ചത്. എന്നോട് പേടിപ്പിച്ച്. ഞാൻ പറഞ്ഞു, അതിന് ഇങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയല്ല, ഉള്ളതില്ല എന്ന് പറഞ്ഞാൽ ഞാനിങ്ങ് പോരും, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മളെ ആരും കൊല്ലാനൊന്നും പോകുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു അതില്ല, ഞാൻ പോവാം. ഞാൻ ചെന്നു, അവിടെ തലേ ദിവസം ചെന്നു, പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്റ്റുഡിയോയിൽ ചെന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹരിഹരൻ സാർ വരുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ പുള്ളിയെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അടുത്ത് കാണുന്ന അന്നാ പുള്ളി ഇങ്ങനെ നടന്നു വന്നിട്ട് അങ്ങോട്ടൊന്ന് പാസ് ചെയ്ത് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ആ ശോഭി എപ്പോൾ എത്തി? ഞാൻ പറഞ്ഞു, സാർ ഇന്നലെ രാത്രി എത്തി. ഓക്കെ, കഴിച്ചിട്ട് വാ, നമുക്ക് നോക്കാം. ശരി എന്നോട് പോയി. ഞാൻ കഴിച്ചിട്ട് നേരെ ചെന്ന് ഡബ് ചെയ്യാൻ കയറി. അപ്പോൾ അനിൽ ബാബുവിലെ ബാബുവേട്ടനാണ് അസോസിയേറ്റ്. ബാബുവേട്ടൻ എടുത്ത് പറഞ്ഞു, ശോഭി, ഇപ്പോൾ എൻ്റെ കൂടെ പുള്ളി നിൽപ്പുണ്ട്, ശോഭിയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ പിഴിഞ്ഞെടുക്കും. ശോഭിയുടെ ഒന്നും ഇല്ലെങ്കിൽ എല്ലാം ഫസ്റ്റ് ടേക്ക് ഓക്കെ. ഞാൻ അയ്യോ ദൈവമേ. അങ്ങനെ തുടങ്ങി ഫസ്റ്റ് ഡയലോഗ് എടുത്ത് ഇങ്ങനെ വന്ന് കുറേ പ്രാവശ്യം കേട്ട് എല്ലാം പഠിച്ച് ഞാൻ ഒന്ന് മനസ്സിരുത്തി ഒന്ന് നോക്കി, എന്നിട്ട് പുള്ളി പറയുന്ന കാര്യങ്ങളോട് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ടേക്ക് പോകാൻ നോക്കി. ടേക്ക് പോയി
ഒരു പ്രാവശ്യം പോയി ഒന്നിട്ടെടുക്കാന്ന് പറഞ്ഞ് ഒന്നിട്ടെടുത്തു. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ എങ്ങോട്ടായപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് ഓക്കെ ആയിരിക്കും. കാരണം നമുക്കറിയാലോ ശരി ഇത് ഓക്കെ ആയിരിക്കും എന്ന് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാളിങ്ങനെ ശോഭി നോക്കിയപ്പോൾ ഹരിഹരൻ സാറാ. ഞാൻ പറഞ്ഞു സാർ ശോഭി ഇപ്പോൾ ചെയ്ത് ഓക്കെയാണ്. പക്ഷേ നമുക്ക് ഈ എടച്ചേന കുങ്കൻ എന്ന് പറയുന്നത് പഴശ്ശിരാജയുടെ വലങ്കയ്യാണ്, യോദ്ധാവാണ്. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് ഈ സീനിൻ്റെ മുമ്പിലത്തെ സീൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം വരുന്നുണ്ട്. ശേഷം വരുമ്പോൾ മറ്റൊരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടേ പുള്ളി ഇങ്ങനെ പറഞ്ഞ് ഈ എടച്ചേന കുങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റും. ഇങ്ങനെ കയറ്റി അപ്പം എനിക്കിത് മനസ്സിലായി പുള്ളിക്കാരൻ പറയുന്നത്. പക്ഷേ ഞാൻ പുള്ളി പറയുന്നത് വളരെ ഒരു കൊച്ചു കുട്ടിയുടെ കൗതുകത്തോടെ എന്നിങ്ങനെ കേട്ടോണ്ട് നിന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു അപ്പം നമുക്ക് ആ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞാലോ? ഞാൻ പറഞ്ഞ സാർ അങ്ങനെ പറയാം, നമുക്ക് അങ്ങനെ എടുത്തു നോക്കാം. അപ്പോൾ പുള്ളി പറഞ്ഞ ആ മോഡുലേഷൻ എൻ്റെ ചെവിയിലുണ്ട്. പുള്ളി പറഞ്ഞു നമുക്ക് അങ്ങനെ എടുത്തു നോക്കാം. നമ്മൾ എടുക്കാം സാർ. ഞാനത് കറക്റ്റായിട്ട് ആ പുള്ളി പറഞ്ഞ അതേ മോഡുലേഷൻ ഞാൻ അങ്ങനെ എടുക്കും. പറഞ്ഞ പുള്ളി ടോക്ക് ബാക്ക് ഞെക്കിയിട്ട് ശോഭി ഈ ടേക്ക് ഓക്കെ വെക്കണോ ഇതിന് മുമ്പത്തെ ടേക്ക് ഓക്കെ വെക്കണോ? ഞാൻ പറഞ്ഞു സാർ ഇത് വെച്ചാൽ മതി. അതാണ് നമുക്ക് അടുത്ത ഡയലോഗ് നോക്കാം. ശരി സാർ അടുത്ത ഡയലോഗ്. ഇങ്ങനെയാണ് ഓരോ ഡയലോഗ് എടുത്തത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ക്ലാസ്സാണ്. തീർച്ചയായിട്ടും ഹരിഹരൻ സാറിനെ പോലെ ഒരു വലിയ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ ഹരിഹരൻ സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ ക്ലാസ്സാണ് നമുക്ക്. നമ്മുടെ സ്കൂളാണത്. അപ്പം അതിനൊരു ഭാഗ്യമുണ്ട് നമുക്ക്. എല്ലാവർക്കും കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ കഥാപാത്രത്തെയും കാണുന്നത്. അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യൽ നടക്കില്ല. ഇപ്പം 24 വർഷമായി ഈ കരിയറിൽ ചേട്ടൻ ഇപ്പം സക്സസ്ഫുള്ളി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത് പറയാം. 24 അല്ല അതിൽ കൂടുതലായി. ഇപ്പം 2001 ഡബിങ്ങിലേക്ക് ആദ്യ ചിത്രമായിട്ടുള്ള നാരായണത്ത് ഭ്രാന്തൻ സിനിമയില് ഡബിങ്ങിലേക്ക് വരുന്നത്. ഡബിങ് മേഖലയിൽ വരുന്നത് 96 വന്നതാണ്. 96, 97 സമയത്ത് വന്നു. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നതും ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നതും ഒരു ഷോർട്ട് ഫിലിമിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് 96 അതായത് 91, 94 കാലഘട്ടങ്ങളിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലം ശ്രീനാരായണ കോളേജ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലം YMCAയിൽ താമസിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഓമനത്തിങ്കൽ കിടാവു എന്ന് പറയുന്ന കുഞ്ഞുമോഹൻ ദാഹ സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിം അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നതും എന്നെ അതിനകത്ത് ഒരു ക്യാരക്ടർ അഭിനയിക്കാൻ വിളിക്കുന്നതും അതിൻ്റെ ഡബ്ബിങ് കാര്യങ്ങളുമായിട്ട് ട്രിവാൻഡ്രത്ത് ബീട്രാക്ക് സ്റ്റുഡിയോയിൽ വരുമ്പോൾ ഞാൻ എൻ്റെ പോർഷൻ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ അതിനകത്തൊരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടറുണ്ട്, അതും കൂടി ഒന്ന് ഡബ് ചെയ്യാമെന്ന് ചോദിച്ചു. എനിക്കറിയില്ല, നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് അപ്പോൾ അച്ഛൻ്റെ കൂടെയൊക്കെ പോയുള്ള ഒരു പരിചയമുണ്ട്. ആ ഒരു പരിചയം മാത്രമേ ഉള്ളായിരുന്നു. ചെയ്തു നോക്കാം. ഇപ്പോൾ എൻ്റെ കുറച്ച് ബേസ് വോയിസ് ആണ്, അപ്പോൾ അതുകൊണ്ട് പോലീസുകാരന് അത് മാച്ചാവും എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ക്യാരക്ടറിന് വേണ്ടി ഡബ് ചെയ്യുന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ശരിക്കും ഈ ഒരു മേഖലയിൽ വന്നത്. കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഡബ്ബിങ്ങിലായതുകൊണ്ടാണ്. ഡബ്ബിങ് കുറച്ച് കാലം കുറച്ച് കൂടുതൽ ചെയ്യാനായിട്ടുള്ള അവസരം വന്നത്. അതിനൊക്കെ ഈ ഷോർട്ട് ഫിലിം സീരിയൽസ് എന്ന് വെച്ചാൽ അന്ന് 12 എപ്പിസോഡ് സീരിയൽസ് അല്ലാതെ മെഗാ സീരിയൽസ് അല്ലായിരുന്നു. അതിനുശേഷം മെഗാ സീരിയലൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് സിനിമ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ 4 മക്കളുടെ ഒരു ഫോട്ടോ കണ്ടു കിട്ടാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു അപൂർവമായിട്ടുള്ള കാര്യം. ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ. നിങ്ങൾ ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയാ? ഞാൻ ഇപ്പോൾ ഒരാൾ ഇല്ല, മരിച്ചുപോയി, ഷാജി. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എന്നോട് വലിയ കാര്യമായിരുന്നു. ഞാൻ എന്താ പറയുക, എൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ്. ഞാൻ അഭിനയിക്കുന്നതിലും ഡബ് ചെയ്യുന്നതിലും ഒക്കെ നമുക്ക് എല്ലാം നമ്മുടെ നല്ലത് നമുക്ക് പറയാനായിട്ട് ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ അധികം പേര് കാണത്തില്ല. അപ്പോൾ അത് നമ്മുടെ കുടുംബത്തിൽ നിന്നേ ഉണ്ടാവും. അപ്പോൾ ചേട്ടൻ എപ്പോഴും എന്നെക്കുറിച്ച് എൻ്റെ അടുത്ത് പറയടാ ഒക്കെ ശരി തന്നെ, നീ മറ്റേതൊക്കെ നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതല്ല, അതിനൊക്കെ ഇന്ന പാളിച്ചകളുണ്ട്, അപ്പോൾ ഇനി അത് തിരുത്തണം, അത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു വെൽവിഷർ എന്നുള്ള ലെവലിൽ എനിക്ക് പറയാൻ പറ്റും. പിന്നെ എൻ്റെ ചെറുപ്പം മുതലേ എന്നോട് വലിയ കാര്യമായിരുന്ന ഒരാളാണ്. അത് മരണം വരെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഷമ്മിച്ചേട്ടനും ഞാനുമായിട്ട്
എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ നല്ല ഒരു എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കുമായിരുന്നു. ഞാനുമായിട്ട് വളരെയധികം നല്ല ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ പിന്നെ തിരക്കുകൾ അങ്ങോട്ട് രണ്ടു കൂട്ടരുടെയും തിരക്കുകൾ കാരണം അങ്ങനെ അധികം കാണാനും എടുക്കാനും പറ്റാറില്ല. എങ്കിലും നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. പിന്നെ ഷിബു ആണ്. ഷിബു പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് കാണുമ്പോൾ സംസാരിക്കാറുണ്ടെന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ അങ്ങനെ ഒരു ഡെയിലി വിളിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ചേട്ടന്റെ മകൻ സിനിമയിൽ അഭിനയിച്ചത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾ കേശു എന്ന് വിളിക്കും, നിങ്ങൾ അവനെ അഭിമന്യു എന്ന് വിളിക്കും. അതുകൊണ്ട് എനിക്ക് അഭിമന്യു എന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു അപരിചിതത്വം ഫീൽ ചെയ്യാം. ഞാനവനെ കേശു എന്ന് വിളിക്കാം. കാരണം അവനെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു, എൻ്റെ അടുത്ത് ഈ ഒരു സിനിമ ഹിറ്റായപ്പോൾ ഇറങ്ങി പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടാണ് ഞാനൊരു കല്യാണത്തിൻ്റെ ഫംഗ്ഷന് പോയപ്പോൾ യൂട്യൂബ് ചാനലുകാർ തന്നെ എന്നോട്, അപ്പം എനിക്കറിയില്ലായിരുന്നു ഇത് ചോദിക്കാനാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കല്യാണത്തിന് നിൽക്കുവാണ്. അപ്പം ഞാനാണ് സിനിമ കണ്ടിട്ടുമില്ല, മാർക്കോ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇവന്മാരിങ്ങനെ കുറേ നേരം ഇങ്ങനെ നമ്മൾ ആർട്ടിസ്റ്റുകൾ നിൽക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമല്ലോ. കുറേ കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ ചോദിച്ചു, മാർക്കോ ഉണ്ടായിട്ടാ? അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഓർക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ മാർക്കോ കണ്ടില്ല, കാണണം, ട്രിവാൻഡ്രത്ത് പോയിട്ട് വേണം കാണാനെന്ന് പറഞ്ഞു. അല്ല, അഭിമന്യുവിനെ കുറിച്ച് എന്താ? അപ്പം ഞാൻ പറഞ്ഞു, അഭിമന്യുവിനെ കുറിച്ചൊന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് മാറിപ്പോകും. കേശു, അവൻ്റെ പേര് കേശു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവനെ ഏകദേശം 1 വയസ്സ് ആകുന്നതിന് മുമ്പ് തൊട്ട് അവനെ എടുത്ത് ബൈക്കിൻ്റെ ഫ്രണ്ടിലിരുത്തി അവൻ്റെ കാലിൽ 2 ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് കൊല്ലം നഗരത്തിൽ മൊത്തം കറങ്ങി നടന്ന ആളാണ് ഞാൻ. അപ്പോൾ അവനിന്നിപ്പോൾ വലുതായി, ഇത്രയും വലുതായി. അവനിപ്പോൾ ഒരു മെയിൻ വില്ലനായിട്ടൊരു ക്യാരക്ടറൊക്കെ ചെയ്ത് തിളങ്ങി നിൽക്കുവാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു പടം ഹിറ്റായെന്നും അവൻ്റെ കഥാപാത്രം എല്ലാവരും നോട്ടീസ് ചെയ്തു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഭയങ്കര വൈറലായി. അപ്പോൾ ആൾക്കാരെല്ലാം എന്നെ വിളിക്കുക, അതെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചേട്ടനാ നോക്കുന്നതെന്ന് കേട്ടു, അവനോട് കഥ പറയണമെന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഓരോരുത്തരും നമ്പർ ചോദിക്കും. ഞാൻ പറഞ്ഞു, ഞാനല്ല അവൻ്റെ കഥ കേൾക്കുന്നത്, ഞാനല്ല, നിങ്ങൾ അവനെ ഡയറക്റ്റ് വിളിച്ചോളൂ. അല്ലാതെ ഞാൻ വേണേൽ പറയാം എന്നുള്ളത്, അല്ലാതെ ഞാനല്ല കഥ കേൾക്കുന്ന ആള്, അവൻ തന്നെ കഥ കേൾക്കും. എന്നിട്ട് അവൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവൻ പറയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഒരു ടോക്കാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു നല്ല ഫാമിലി ഉണ്ടാവുക, നമ്മുടെ ഡ്രീമിനൊത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാവുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. കണ്ണു വെക്കാതിരിക്കട്ടെ, നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ആ വൈബ് മനസ്സിലായി സത്യത്തില്. ഇപ്പൊ തന്നെ ഞാനിപ്പോ പറഞ്ഞ കല്യാണത്തിന് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുത്തത്. അപ്പം ഞാൻ ഇപ്രാവശ്യത്തെ ന്യൂ ഇയറിന് എല്ലാവർക്കും വിഷ് ചെയ്തത് ഞങ്ങൾ 4 പേരോട് നിൽക്കുന്ന ഫോട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആളുകൾ എനിക്ക് മറുപടി അയക്കുന്നതിൽ ഏകദേശം ഒരു 70% ആളുകളും നൈസ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എനിക്കത് പറയുമ്പോൾ ഞാൻ പറയും, അത് എന്താ പറയുക, ഇത്രയും നല്ല ഫാമിലി കിട്ടിയതിന് നിങ്ങൾ കൊടുത്തു വെച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലത്തെ കമൻസാണ് കംപ്ലീറ്റ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നല്ലൊരു ഫാമിലി കിട്ടിയത് തന്നെ അത് ഏറ്റവും വലിയ കാര്യമല്ലേ. നമുക്ക് ഏറ്റവും സമാധാനവും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമ്മുടെ മനസ്സിനെ ഇതാക്കണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി ഉണ്ടെങ്കിലേ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത ഇത്രയും വർക്കുകൾ ചെയ്തതിലും അല്ലെങ്കിൽ ഇത്രയും അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയതിലും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഫാമിലിയുണ്ട്. ആ ഫാമിലി കിട്ടിയതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. നല്ല 2 മക്കളെ കിട്ടി, ഭാര്യയെ കിട്ടി. അപ്പോൾ അവരൊക്കെ ഇപ്പം പിന്നെ ഇപ്പം എല്ലാവരും ഒന്നും നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റും. മോള് പഠിത്തമായിട്ട് ഇപ്പോൾ അവളിപ്പോൾ കോഴിക്കോടാണ്, MBBS 3rd year ആണ് ഇപ്പം. പിന്നെ മോന് 10ാം ക്ലാസ് ഇപ്പോൾ പരീക്ഷയാണ്. പിന്നെ വൈഫ് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇത് എല്ലാവരോടും ഒന്നിച്ചുണ്ടായിരുന്നപ്പോഴേക്കും എല്ലാവരും ഒന്നിച്ച് കാണും. ഇപ്പോൾ പലയിടത്ത് ഇനിയിപ്പോൾ ഇവൻ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെയും കിട്ടത്തില്ല. ഒരു സിനിമ ഇഷ്ടമുള്ള അഭിനയം താല്പര്യമില്ല, അല്ലെങ്കിൽ അച്ഛൻ്റെ എല്ലാം അഭിപ്രായങ്ങളൊക്കെ വന്ന് പറയും. അത് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവന് അഭിനയിക്കാൻ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ അവൻ ക്രിക്കറ്റിനോട് കൂടുതൽ, കാരണം അത് ഞാനും ക്രിക്കറ്റിന്റെ അസ്ഖ്യതയുള്ള ആളാണ്. അതുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവനും കളിക്കാൻ പോകുന്നത്. നന്നായിട്ട് കളിക്കുകയും ചെയ്യും.
ഞാൻ കോച്ചിങ്ങിനൊക്കെ കുറച്ച് നാൾ വിട്ടു. പിന്നെ 10ാം ക്ലാസ് ആയതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞിട്ട് വിടാന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെച്ചേക്കുവാ. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ കേശു ഇങ്ങനെ ഒരു ഇതിലെത്തിയത് കൊണ്ട് അതുകൊണ്ട് അവന് തോന്നുന്നതാണോന്നറിയില്ല. വീട്ടിലിങ്ങനെ എന്താണ് അലക്സയൊക്കെ വെച്ചിട്ട് കുറേ പാട്ടുകളൊക്കെ എടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡാൻസ് ചെയ്യലും ഡെയിലി ആ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ജിമ്മിൽ പോയി ബോഡിയൊക്കെ ഒന്ന് റെഡിയാക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. അതിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം ജിമ്മിൽ വിടാത്തതാണ്. നമ്മൾ നീ ജിമ്മിൽ പോകാറായില്ല പറയാം എന്നൊക്കെ പറഞ്ഞ് നിർത്തിയേക്കുക. പക്ഷേ ജിമ്മിൽ പോകണമെന്ന് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഇനി ഇതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനൊരിക്കലും നിർബന്ധിച്ച് അഭിനയത്തിലേക്ക് വിടുന്ന പരിപാടിയില്ല. ഞാൻ പഠിച്ചിട്ട് അതിൻ്റെ ഒരു ഇത് കളയണ്ട. സിനിമയിൽ അഭിനയിക്കാൻ പോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ പോയിട്ടോ ആ പഠനം നമുക്ക് അത് അടിത്തറ ഉണ്ടെങ്കിലേ എല്ലാം ശരിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതാദ്യം റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞു വെച്ചേക്കുവാണ്. ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. പുള്ളിക്കാരൻ പറയുവാണ് നീ അഭിനയിക്കാന്ന് പറഞ്ഞാൽ പോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരുപാട് കഥകൾ കേൾക്കാൻ പറ്റുക. കാരണം പറയാൻ തുടങ്ങി ഒരുപാട് കഥകൾ, ഓരോ സിനിമയുടെ കഥകൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മെമ്മറീസ് കാര്യങ്ങൾ പറയാനുണ്ട്. സത്യമാണ് നമ്മുടെ ശബ്ദം ആളുകൾക്ക് ഇഷ്ടാവുക, പല കഥാപാത്രങ്ങളിലൂടെ നമ്മൾ അവരെ ജീവിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അതിന്റെ ആളുകള് ഈ പറഞ്ഞ തിലകൻ സാറിന്റെ മകൻ എന്നൊരു ഇഷ്ടം കൂടി ഉണ്ട് കൂടുതലായിട്ട്. അപ്പോൾ ഇനിയും ഈ വർഷമുള്ള ഒരുപാട് പ്രൊജക്ട് വരുന്നുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങോട്ട് ലൈഫ് ഫുൾ സക്സസ് ആവട്ടെ, നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് നന്ദി. ചിക്കുൻ്റെ കൂടെ എങ്ങനെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റിയത്. എൻ്റെ വിശേഷങ്ങൾ ഞാൻ എൻ്റെ വിശേഷങ്ങളായിട്ടല്ല പറയുന്നത്, നമ്മുടെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.